ഗൈസ്, അപ്പോൾ ഇന്ന് 5th മന്ത് സ്കാനിങ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 5th മന്ത് സ്കാനിങ് കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു കുറച്ചൊന്ന് സമാധാനം ആവുള്ളൂ. അപ്പോൾ ഇന്ന് സ്കാനിങ് ഇന്ന് അമ്മയും കൂടി ഉണ്ട്. അമ്മ ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് വിളിച്ചിട്ട് വന്നു. ഇന്ന് അമ്മയും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യമല്ല അമ്മ ഇപ്രാവശ്യം വന്നിട്ടില്ല തോന്നുന്നു അല്ലേ? വന്നിട്ടില്ല. പോണം, അത് ശരിയാണ്. അപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ അമ്മ ഫസ്റ്റ് ടൈം ഒന്നും വരുന്നുണ്ട്. അപ്പോൾ അമ്മയും സ്കാനിങ് എടുക്കാനും ഡോക്ടറെ കാണിക്കാനും കൂടി ഉണ്ട്. അപ്പോൾ ചിങ്കും അമ്മയും കാരണമുള്ള ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വീട് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആകാൻ പോകുന്നത് വീട് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആകാൻ പോകണം. അപ്പോൾ വീട് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ ബാക്കിലാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് ഇടയിൽ വീഡിയോസ് ഇടാൻ പറ്റാറില്ല. കാരണം ഞങ്ങൾ വീഡിയോ എടുക്കണം വേണ്ടി നിൽക്കുന്ന സമയത്ത് അവർ വിളിച്ചിട്ട് വീട് നോക്കാൻ പറയും, പോവും. അങ്ങനെ കുറേ വീട് നോക്കിയില്ലോ. ഇപ്രാവശ്യം നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കി. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ വീട് നോക്കി. പക്ഷെ ഏതും സെറ്റ് ആകാത്തത് ഇപ്രാവശ്യമാണ്. വീടില്ല. അതായത് അവര് ഒക്കെ വിട്ടാ അവരൊരു റെന്റ് പറയും, സെയിമാണ്. പക്ഷെ വീട് അതിനുള്ള വീടൊന്നുമില്ല. അപ്പോൾ ഇന്നും കൂടി ഒന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോണ വഴി വീട് നോക്കിയിട്ട് വേണം പിന്നെ പോകാനില്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ചിങ്കുടുവിന്റെ ഇൻസ്റ്റയില് 200K ഫോളോവേഴ്സ് ആയിരിക്കാണ്. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു ചിങ്കുടുവിന്റെ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും ആവുമായിരുന്നു. അതെ, ആവുമായിരുന്നു. ഞങ്ങൾ ഇടയിൽ കുറെ സ്റ്റോപ്പ് ചെയ്ത് പോയത് കൊണ്ടാണ്. ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണത് പോലെ തന്നെ ചിങ്കുടുവിനും സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ്. ഞങ്ങൾ ചിങ്കുടുവിന്റെ പറയുമ്പോൾ അക്കൗണ്ട് കാര്യങ്ങളൊന്നും താഴെ കൊടുത്തില്ല. അപ്പോൾ എന്തായാലും ഇതിൽ ആഡ് ചെയ്യട്ടെ ലിങ്കിൽ. അപ്പോൾ കയറി ഫോളോ ചെയ്യുക. ചിങ്കുടുവിന് സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ട്, അതറിയാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിങ്കുടുവിന് സെപ്പറേറ്റ് അക്കൗണ്ട്. അപ്പോൾ 200K ഫോളോവേഴ്സ് അടിച്ചിരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഓൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാൻ ഫസ്റ്റ് നേരെ വീട് നോക്കാൻ പോകട്ടെ ഗൈസ്. മാറടാ, നീ എന്നെ കയറാനേ സമ്മതിക്കില്ല കേട്ടാ. ഇന്ന് വണ്ടി ഓടിക്കോ. വണ്ടി കയറി ഇതാ ഫസ്റ്റ് ഹോൺ അടിക്കുക. പിന്നെ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇറങ്ങ കണ്ട, ഹോൺ അടിക്കുക. എവിടേക്ക് പോണേ? കണ്ട വീട് പൊട്ടാ. നല്ല കുറുമ്പാണ്. എന്നെ മാത്രമല്ല കേട്ടാ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പൊട്ടാ പൊട്ടി, പോടാ പോടി എല്ലാം പറയും. പിന്നെ അതൊക്കെ നമ്മള് പക്ഷെ അതൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് വലിയ ഫീലിങ്സ് ഒന്നുമില്ല. അമ്മൂമ്മനെയൊക്കെ എന്തൊക്കെ പറയില്ലമ്മ. അമ്മ ബാഗിലുണ്ട്. നിങ്ങൾ 3 പേരും കണ്ട് വൈകിട്ടാണല്ലേ. ഞങ്ങള് കഴിച്ചു കൂട്ടാ. ഇനി പുറത്തു പോയി കഴിക്കാനൊന്നുമില്ല. അമ്മ നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി. വാവച്ചിക്ക് വിശപ്പുണ്ട്. കാരണം എന്താണ് പ്രഗ്നന്റ് ആയതുകൊണ്ട് വാവച്ചിക്ക് പെട്ടെന്ന് വിശപ്പിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ട് സെപ്പറേറ്റ് ഇനിയിപ്പോൾ അതിന് ടൈം കളയണ്ട പറയാം. പോണ വഴി എന്തെങ്കിലും വാവച്ചിക്ക് ലേറ്റ് ആയിട്ട് കൊടുത്താൽ മതിയല്ലോ. ഇന്നെങ്കിലും വീടെങ്കിലും റെഡി ആവണം. കാരണം കുറേ ദിവസം ഞങ്ങൾ ഇതിന്റെ ബാക്കിൽ നടന്ന് ഞങ്ങൾക്ക് ഭ്രാന്ത് വരാൻ തുടങ്ങി. പിന്നെ പോണ വഴി നോക്കാം, അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബേബി കാണണ്ടാന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ച സാധനം എന്നിട്ട് റവ ഉണ്ട അതിനെ കണ്ടും പിടിച്ച് ഇപ്പൊന്ന് ചിങ്കിടൂ എന്താണത്? ഇപ്പൊ ഡാഡ വന്ന് നിക്ക് കിട്ടും. മധുരം പറഞ്ഞോ എന്താ പറയാ, മധുരം കിട്ടണം ആൾക്ക്. ഞാൻ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാണ് എങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു ഒളിപ്പിച്ച് വെച്ചാൽ എനിക്കിടെ പിന്നെ മാറി പറഞ്ഞ വണ്ടി ഓട്ടണം. എനിക്ക് ആടി സ്വത്തേ ഡാഡിന്റെ മടിയിലിരുന്നവാ. എന്താണ് അവിടെ ഇരുന്നു. നമുക്ക് പോണ്ടേ? കുട്ടി വണ്ടി ഓട്ടോ? വണ്ടി ഓട്ടാന്ന്. ഞങ്ങൾ വീട് നോക്കി പക്ഷെ ഒന്നും സെറ്റ് ആയില്ലല്ലോ. വീട് അടിപൊളിയുണ്ട്. റെന്റ് നമുക്ക് താങ്ങുന്നില്ല. പിന്നെ വില്ലയാണ്, മെയിൻ്റെനൻസ് ഒക്കെ സെപ്പറേറ്റ് പിന്നെയുണ്ട്. അപ്പം അതുകൊണ്ട് അത് വേണ്ട വെച്ചു. അത് ഞങ്ങൾ അത് ചായ വേണം, ചിങ്കുവിന് ഫുഡും കൊടുക്കണം. അപ്പം അങ്ങനെ ചിങ്കുവിന് വേണ്ടിയിട്ട് വന്നത്. അപ്പം അങ്ങനെ ഞാനും ചായ കുടിക്കാന്ന് വിചാരിച്ചില്ലേ. അതാണ് ഹോസ്പിറ്റലിലേക്ക് നേരെ പോവാം. വെള്ളം വേണോ? വേണ്ട, ചായ മതി. അവിടെ ഒരു കട്ടൻ 2 ചായ. നേരെ ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ അവിടെ പോകണം കേട്ടോ. അവിടെ പോയി എടുത്തതിന് ശേഷം ഡോക്ടറിനോട് പോയിട്ട് കാര്യമുള്ളൂ. ടോക്കൺ ഞാനൊക്കെ ഓൾറെഡി തിരക്കുണ്ടാവും ചാൻസ് ഉണ്ട്. നേരത്തെ പോകണ്ടാണ് വൈകി. പിന്നെ വീട് നോക്കാൻ പോയില്ലേ. ഇപ്പോൾ വേറെ വീട് നോക്കണം ഗൈസ്. ഇപ്പോൾ കിട്ടുമെന്നൊന്നും അറിയില്ല. ഞങ്ങൾ ഏകദേശം 1 മാസത്തിന് മേലെ ഇതിന് ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, റെൻ്റ് ഉണ്ട്. റെൻ്റ് ഒരുപാട് പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള വീടില്ല. അതാണ് മെയിൻ സംഭവം. പിന്നെ നമുക്ക് കാറൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ സേഫ്റ്റി ഒക്കെ നോക്കണമല്ലോ ഗൈസ്. അപ്പോൾ സ്കാനിങ്ങിൻ്റെ അവിടെ പോയിട്ട്
നല്ല തിരക്കിലും അവിടെ. അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു വാവച്ചിന് എന്നും നോക്കുന്ന ഡോക്ടർ വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് വരിക സ്കാനിങ് എടുക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ എന്തായാലും ആ സമയത്ത് വരാനാണ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ ഇടയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഡോക്ടർ, പക്ഷേ അത് വേറെ ഡോക്ടർ ആയതുകൊണ്ട് വേണ്ടെന്നുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു വീടും കൂടി നോക്കാൻ വന്നതാണ് കേട്ടോ. 2-3 വീട് നോക്കിയില്ല, അവ ഒന്നും സെറ്റ് ആവണില്ല കേസ്. വീടും കാര്യങ്ങളൊന്നും റെൻറ്റിനുള്ള വീടില്ല, ഞങ്ങൾക്ക് സെറ്റ് ആവണില്ല. വണ്ടി നിർത്തുന്ന സൗകര്യം നോക്കണം. ലാസ്റ്റ് ഇപ്പോൾ ഒരു വീട് നോക്കിയിട്ടുണ്ട്, ഏകദേശം ഓക്കെ പോലെ ഉണ്ടല്ലോ അവ. അപ്പം ഇനിയിപ്പോൾ അവർ സംസാരിച്ചിട്ട് എന്താ വെച്ചാൽ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ കണ്ട അമ്മയും മകളും കൂടിയിട്ട് എന്താ ചെയ്യുന്നത്, ചിങ്ങടിന് കൊണ്ട കെട്ടി നോക്കുക. അത് ചിങ്ങട് ഇത്ര നേരം ഉറക്കുമായിരുന്നു, അവിടെ നിന്ന് ഇറങ്ങിയതും ഉറങ്ങി. ആളിത് നേരത്തെ എണീറ്റ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഉറങ്ങി. ഇപ്പോൾ പോയി ഫുഡും കാര്യങ്ങളും കഴിക്കുമ്പോൾ ഏകദേശം പോകേണ്ട സമയമാവും. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം അല്ലേ, നടക്കുള്ളൂ ഗൈസ്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്നില്ലേ ഇവിടെ കാടൂർ വന്നു. വാവച്ചി അമ്മയും വീട്ടിൽ പോയിട്ട് വരാണ്ട് പോയി. അപ്പം ഞാനും ചിങ്കടും അവിടെ വണ്ടിയില്ലേ ഇരിക്കുന്നു. ചിങ്കടു എൻ്റെ മേലെ കയറിയിരിക്കുന്നു, ചിരിക്കുന്നതൊക്കെ കള്ളി എന്നടി ടേ ഫോണിൽ കൂടെ നോക്കണം ഗൈസ്. അപ്പോൾ അവർ വന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഫസ്റ്റ് കഴിക്കാൻ പോകണം. കഴിക്കാൻ പോയിട്ട് അപ്പോഴാണ് ഏകദേശം സമയം കറക്റ്റ്. ഇപ്പോൾ 1:30 ഞങ്ങൾ കഴിക്കാൻ പോയി. കഴിച്ച് നമ്മൾ ഏകദേശം 3 മണിൻ്റെ അടുത്താവും. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സ്കാനിങ് ആയാലും എടുത്തിട്ട് ഡോക്ടറിനെ കാണിക്കാൻ പോവാം. ഏകദേശം ഇന്നും ഈ ടൈം ആവണുണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ചെയ്തതല്ല ഈ സമയത്ത് തന്നെയാണ് ആവണത്. ഇപ്പോൾ വീട് നോക്കേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് നമുക്ക് ടൈം കുറച്ച് അഡ്ജസ്റ്റ് ആയി. കുറേ ദിവസമായി കേസ് ഇതിൻ്റെ ബാക്കിൽ നടക്കണോ, ഒന്നൊന്നും റെഡി ആവണില്ല. ലാസ്റ്റ് ഒന്ന് സെറ്റായി, കുഴപ്പമില്ല. എന്തായാലും സംസാരിച്ചിട്ടുണ്ടാവും, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും. ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കണ അവിടെ എത്തിയിട്ടാ. എന്താ ചിങ്കടാപ്പി കഴിച്ചുകൊണ്ടിരിക്കണോ. അപ്പോൾ ഇതാ ചോറ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. വാവച്ചി കരിമീൻ വേണം പറഞ്ഞ് കറക്റ്റ് കരിമീൻ കിട്ടിയതാണ്. കരിമീനും സിലോപ്പിയും, ഇത് അമ്മ ചോറ്, ഞാനും ചോറ്, വാവച്ചും ചോറ് കഴിക്കണല്ലേ. ഇന്ന് ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ കരിമീനൊന്നും കിട്ടാറില്ല. ഇന്ന് കറക്റ്റ് കരിമീൻ വേണമെന്ന് പറഞ്ഞാണ് വരുമ്പോൾ കറക്റ്റ് കിട്ടി. പിന്നെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഇവിടെ ടൗണിലെത്തി ഞങ്ങൾ. ഇവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക്. ഗൈസ് ഞങ്ങൾ ഇവിടെ സ്കാനിങ് സെൻറ്റർ എത്തിയിട്ടാണ്. വാവച്ചി ഉള്ളിൽ പോയിട്ടുണ്ട്, വന്നതും കയറ്റി വിട്ടു. വാവച്ചി ഉള്ളിൽ പോയിട്ടുണ്ട്. ചിങ്കുടും അമ്മയോടെ ഉണ്ട്. ഒരാൾ ജീരകം കഴിച്ചുകൊണ്ടിരിക്കുക, സ്വീറ്റ് ജീരകം. പോയിട്ട് ഇനി പോയി വന്നതിന് ഒരു 10 മിനിറ്റ് എന്താണ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടും. പിന്നെ നമുക്ക് നേരെ ഡോക്ടറിനെ കൊണ്ട് കാണിക്കാം. ഇതല്ല ഇവിടെ ജീരകം കഴിക്കുന്ന തിരക്കാണ്. വാവച്ചി വന്നോട്ടാ. ഇത് കുറച്ച് ഡീറ്റെയിൽ സ്കാൻ ചെയ്തുകൊണ്ട് അല്ലേ, അപ്പോൾ കുറച്ച് ടൈം എടുത്തു. വാവച്ചിയും കുറച്ച് ബുദ്ധിമുട്ടി തോന്നുന്നു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഡോക്ടറിനടുത്ത് പോവാം. ഇവിടെ ഒരാൾ കണ്ട, ഇവിടെ ഒരാൾ എന്താണ് ഒരേ ചാടി കളിക്കുന്നത്. ഇപ്പോൾ ഒതുങ്ങിയിരിക്കലില്ല, മൊത്തം ഇതാണ് പണി, ചാടി കളിക്കുക. ചിങ്ങടു എന്താണ് അമ്മ വന്നാ? അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്ക്, അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്ക്. അമ്മയ്ക്ക് ഉമ്മ കൊടുക്കും. ഞാനൊക്കെ ഉമ്മ ചോദിച്ചാൽ എന്തെങ്കിലും കൊടുക്കണം, എന്നാലേ എനിക്ക് ഉമ്മ തരുള്ളൂ. അതാണ് അമ്മ സ്നേഹം. അമ്മമാരങ്ങനെ ഒരാളിരിക്കുന്നതാണ്. പിടിക്കും കൊണ്ട് വന്നു. ആൾക്കാരുടെ മെറ്റല്ല പണി. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിങ്ങട് ഇപ്പോൾ കുറച്ച് ബെറ്ററാണ്. ഞങ്ങൾ മാസ്ക് മേടിച്ചു. സേഫ്റ്റി ഈസ് നമ്പർ 1 പ്രയോറിറ്റി എന്നല്ലേ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കേണ്ട. ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണിച്ചിറങ്ങി ചായ കുടിക്കാൻ പോയി വന്നു. ഇപ്പോൾ പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുന്നു. പാലുണ്ടോ? എനിക്ക് ചായ പറഞ്ഞു, അല്ല ബേബിക്ക് ചായ, ചിങ്ങടൂന് പാല്, അമ്മയ്ക്ക് കട്ട. ചിങ്ങടൂന് തോന്നുമ്പോൾ പാലൊക്കെ കുടിക്കുന്നു, അപ്പോഴൊന്നും കുടിക്കില്ല. ഞങ്ങൾ പിന്നെ പാലൊന്നും കൊടുക്കാറില്ല. കൊടുക്കാൻ താല്പര്യം ഇല്ല. അല്ല ഞങ്ങൾ പാലധികം കൊടുക്കില്ല, എപ്പോഴെങ്കിലും. അല്ല ഞാൻ കുടിക്കാൻ തുടങ്ങിയപ്പോൾ അവള് തുടങ്ങി. അതെ അതാണ് സത്യം. കുറച്ച് കുടിക്കും, ചിലപ്പോൾ നിൽക്കൂട്ടാ. ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട് നോക്കി വരണല്ലേ, അവരൊന്നുകൂടെ വിളിപ്പിച്ചിട്ടുണ്ട് ലേവേ. അവിടെ ഒന്ന് പോയിട്ട് കുറച്ച് നമ്മളോ ചെയ്യണം. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞെന്ന് ഡീറ്റെയിലായിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. അതെ അപ്പം ഗൈസ് ഞങ്ങളിതാ വീടെത്തി. എത്ര മണിക്കാവേ? 11 മണി രാത്രി. എത്ര മണിക്കാണ് നമ്മൾ ഇറങ്ങി? രാവിലെ ഇറങ്ങിയിട്ട് അത് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഫസ്റ്റ് അവിടെ സ്കാനിങ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഡോക്ടർ കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം വരുള്ളൂ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ പിന്നാലെ നടന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ് കാര്യങ്ങളെല്ലാം എടുത്ത് ഡോക്ടറിനെ കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും വീടിന് പിന്നാലെ പോയി ഒരു വീട് സെറ്റായിന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത്
സെറ്റായില്ലല്ലോ അവ. അതായത് റെന്റ് ഫസ്റ്റ് പറഞ്ഞത് പിന്നെ ഇന്ന് പോയി സംസാരിക്കാൻ പോയ സമയത്ത് പിന്നെ മാറിയില്ലോ അവ. അപ്പം അതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്യാതെ വിചാരിച്ചു. അതായത് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മൾ നോക്കും, ഫസ്റ്റ് ഇവിടെ തന്നെ പറ്റും, പിന്നെ ഞങ്ങൾ 2-3 നോക്കി ലാസ്റ്റ് ഫസ്റ്റ് തന്നെ ഉറപ്പിക്കലോ അവ. അങ്ങനെയാണ്. ഒന്നാമത് വീടെല്ലാവരും നല്ലപോലെ വെക്കാൻ നോക്കാം, പക്ഷെ ആരും അങ്ങനെയല്ലല്ലേ. സത്യം വീട് സത്യം ഉണ്ടാവും പറഞ്ഞത്. വീട് എന്താ പറയാ, അതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ വീട് നേരെ നോക്കുള്ളൂ. അപ്പൊ നമുക്ക് നമ്മൾ വാടക കൊടുത്തിരിക്കണതല്ലേ, അപ്പൊ അത് നമുക്കും എന്താ പറയാ മുതലാവണ്ടേ. പറയേണ്ടത് അതെ സത്യം. അങ്ങനെ ഇന്ന് പോയാൽ അതും നടന്നില്ല, ആ വീട് സെറ്റായില്ല. ഇനിയിപ്പോൾ നാളെ ഒന്നുകൂടെ നോക്കാന്ന് പറഞ്ഞില്ലല്ലോ അവ. അപ്പോൾ നാളെയും കൂടെ നോക്കിയിട്ട് എന്താ വെച്ചാൽ തീരുമാനിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് ഇപ്രാവശ്യത്തെ പ്രഗ്നൻസി വരണം വല്ലാത്തൊരു ഹാപ്പി ആണല്ലേ. അതായത് ഒരുപാട് ടെൻഷൻ ഇല്ലാത്തൊരു പ്രഗ്നൻസി. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഞങ്ങൾ നാച്ചുറൽ ബർത്തിങ്ങിന്റെ അവിടെ പോയതുകൊണ്ട് കുറച്ച് കൂടുതൽ അവിടെ നിന്നും കുറേ അറിവുകൾ കിട്ടിയിട്ടില്ല അവ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഉള്ളിൽ കിടക്കുന്ന ആൾക്കാരെങ്കിലും കുഴപ്പങ്ങളൊന്നുമില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ സമാധാനം അല്ലേ. ഇത്ര നേരമില്ലേ പാല് തൈരും മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിലും തൂക്കി പിടിച്ചിട്ട് താത്താവന്ന് നടക്കുന്നതാണ്. കടിച്ചിട്ട് നടക്കുക, പൊട്ടിയ മൊത്തം മേലെയാവും. അപ്പൊ അത് മേടിച്ച് വെച്ച് ഇനി അടുത്ത സാധനം തൂക്കിയിട്ട് നടക്കുകയാണ്. അപ്പോൾ അവേ മറ്റേ സ്കാനിങ് കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം ഓക്കെ ആണല്ലോ അവൻ. അതിൽ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എടുത്ത സമയത്ത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമാധാനമായി അല്ലേ. ഇന്ന് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇവിടുന്ന് രാവിലെ കഴിച്ചിട്ട് ഇറങ്ങിയതിന് ശേഷം ബാക്കി ഇടയിലെ ഫുഡും ബാക്കി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഒന്നാമത് വിശപ്പും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡൊന്നും മാക്സിമം പുറത്തില്ല അവ അടുപ്പിച്ച് എത്ര പ്രാവശ്യം അറിയോ. അത് ഇങ്ങനെ അലച്ചിട്ടുള്ളതുകൊണ്ട് വിശപ്പ് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഇതിപ്പോൾ ലാസ്റ്റ് എന്താണ് ഡയറക്റ്റ് ഇപ്പൊ അവിടെ പോയിട്ട് വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ട് ഫുഡ് കഴിക്കാന്ന് പറയും. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ, എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വെക്കണം, നമ്മൾ തന്നെ കഴിക്കണം, നമ്മൾ തന്നെ ഓരോരോ കാര്യത്തിന് പോകണം. അതാണ് അതൊരു പ്രശ്നം. പിന്നെ അമ്മ ഓൾറെഡി ചോറ് കാര്യങ്ങളൊക്കെ തിളപ്പിച്ച് വെച്ചോണ്ട് നമുക്ക് ചോറും കാര്യങ്ങളുണ്ട്. പിന്നെ അമ്മനെ വിട്ടുവിട്ടാ പറയും പോലെ അമ്മനെ കാടിൽ വിട്ടിട്ടാ വന്നില്ലോ. കാരണം അമ്മ എന്തായാലും വന്നത് അച്ഛനോട് ഒറ്റയ്ക്കില്ല. അച്ഛനോടെന്നുണ്ടെങ്കിൽ അവിടെ ഒറ്റയ്ക്കല്ല, എപ്പോഴും അതാണ് പ്രശ്നമല്ലേ. അച്ഛന് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അമ്മ അവിടെ വേണമല്ലോ. എന്ത് കുഞ്ഞോ തരാട പിടിക്കുന്ന ഇവിടെ മുന്തിരിയും കാര്യങ്ങളും പിടിച്ചിട്ട് വേണം കൊണ്ട് ഇവിടെ അടിയാവും. തരാടപ്പം തരാട്ടാ. അപ്പോൾ എല്ലാം ഓക്കെയാണ് കേട്ടോ. സ്കാനിങ് കാര്യങ്ങൾ എടുത്തതിൽ ബേബിക്ക് പ്രോബ്ലം കാര്യമൊന്നും ഇല്ലല്ലോ അവൻ. അപ്പോൾ അതുകൂടി അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സമാധാനമായി. അല്ല, എനിക്ക് ഓരോരോ സ്കാനിങ് ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം സ്കാനിങ് എടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഫസ്റ്റത്തെ പോലെ നമുക്ക് ഒരുപാട് കെയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവുമല്ലോ സെക്കൻഡ് ബേബി എന്നൊക്കെ പറയുമ്പോലെ. അതായത് ചിങ്കിടും കൂടി വരുന്ന സമയത്ത് നമുക്ക് ചിങ്കിടുവിന്റെ കാര്യം നോക്കണം. വാവച്ചിക്കാണ് ചിങ്കിടു ആണെന്നുണ്ടെങ്കിൽ എന്താണ് വാവച്ചിൻ്റെ അടുത്ത കൂടുതൽ ഇപ്പോൾ വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ ഞാനുള്ള വാവച്ചിൻ്റെ തന്നെ ഇരിക്കുള്ളൂ. കാരണം എനിക്കും പിടിക്കാനും ഞാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാവച്ചിക്ക് ചിങ്കിടുവിനെ മാനേജ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു അത്രയും ഇത് കൊടുക്കും. പക്ഷെ എന്നാലും മാക്സിമം ഞങ്ങൾ നല്ല രീതിക്ക് തന്നെയാണ് കെയറിങ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാം ഓക്കെയാണ് ഗൈസ്. അപ്പോൾ വാവച്ചിക്കും ഇനി വരാൻ പോകുന്ന ആൾക്കും വേണ്ടിയിട്ട് ചിങ്കിടുവിനും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമുക്ക് ഡെലിവറി കഴിഞ്ഞൊരു ടെൻഷൻ ആയിരിക്കുമല്ലോ. എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഫുൾ അലച്ചിലായിരുന്നു. ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം ഫുൾ അലച്ചിൽ. ഇപ്പോൾ 11 മണിക്കാണ് രാത്രി വീടെത്തുന്നത്. ഈ ടൈം വരെ ഫുള്ള് വണ്ടിയിലും കാര്യങ്ങളും പുറത്തും നല്ല ടയർഡും കാര്യങ്ങളുണ്ട്. വായിക്കുന്നത് കൂടുതലുണ്ട്. വായിച്ചാൽ പെട്ടെന്ന് ഉറങ്ങും. ചിങ്കിടും പിന്നെ നേരത്തെ ഉറങ്ങും. ഇപ്പോൾ പിന്നെ ആ ഉറക്കത്തിന് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമാധാനമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ബുദ്ധിമുട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നാളെ നല്ല വീഡിയോ ഇട്ട് വരുമ്പോഴേക്കും ബൈ. ചിങ്കിടും അവിടെ കരഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാട്ടാ. അപ്പോൾ ബൈ ഗൈസ്.